ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നാണ് ആറ്റുകാൽ പൊങ്കാല. ഇന്ന് മൂന്നാം തീയതിയാണ് സുഹൃത്തുക്കളെ. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. ഹലോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പോയത് ഓർമ്മയുണ്ടോ? ഇത്ര പെട്ടെന്നാണ് ഒരു വർഷം പോയത്. ഒരു കൊല്ലമൊക്കെ പെട്ടെന്ന് പോയണൊക്കെ തോന്നി കേട്ടാ. പ്രാവശ്യം അമ്മാമ്മയുണ്ട്, എന്റെ മൂത്തമ്മയുണ്ട്. ഹൈ, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് ഇരിക്കുക കേട്ടോ. അനുണ്ട്. നീ പൊങ്കാല എടുത്താ? കൂട്ടിന് പോവല്ലേ? ഓ അങ്ങനെ. അത് നൊക്ലാശി അടിച്ച് വരുവാണോ? ഓ, നമ്മുടെ ഇത് ഇട്ടിട്ട് വരും കേട്ടോ പ്രാവശ്യം. ഇതിന്റെ ക്യാമറയ്ക്ക് പിന്നിലെ സംഭവങ്ങൾ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇടാ, സമയം ഏതാണ്ട് 2 മണി ആയിട്ടുണ്ട് കേട്ടോ. നമ്മള് എത്തുമ്പോഴത്തേന് ഒരു 3:30-4 മണി ആകുമ്പോഴത്തേന് നമ്മള് എത്തും. ഇത് ഓണത്തിന് കിട്ടിയതാണോ? ഓ, അമ്മയ്ക്ക് വേറെ സാരി മേടിച്ചില്ലായിരുന്നു കേട്ടോ. ഓണത്തിന് എടുത്ത സാരിയാണ്. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ബ്ലൗസ് തച്ചതാ ഇപ്പൊ? അന്നേ തച്ചല്ലേ? നല്ല ഭംഗിയുണ്ടമ്മ. അടിപൊളി സാരി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇത് പൂവാ? ആ പൂവിന്റെ ഒക്കെ പടമുള്ള സാരി. കഥകളിന്റെ അത് ഓണത്തിന് മേടിച്ചല്ലേ നമ്മള്? ഇതിട്ടില്ലായിരുന്നല്ലോ. മേക്കപ്പും സിമ്പിൾ, നൈസ്, കൊള്ളാം. അടിപൊളി അടിപൊളി. എന്തീ കൊതുമ്പും ചൂട്ടുമൊക്കെ കൊണ്ടുവച്ചാ? ആ, കലമൊക്കെ എടുത്താടി. ആ, സാധനമൊക്കെ മേടിച്ചാ? മൂത്തമ്മ എല്ലാം മേടിച്ച്, സാധനമൊക്കെ മേടിച്ച്. ഞാൻ ഒന്നും കൂടെ ചോദിക്കുക. ഞാൻ ഇത് ലാസ്റ്റായി, ഇനി ഞാൻ ചോദിക്കത്തില്ല. ഞങ്ങൾ പോക്കോളാം, ഇനി ചോദിക്കുന്നില്ല കേട്ടോ. തീർന്ന് പോവാ. ആ, ഇത് ഇത്തിരി തോനെ സാധനം കൊള്ളും, അതുകൊണ്ട് ഇതിരിക്കട്ടെ. ഇറങ്ങിയാലോ? കണ്ടോ, നിങ്ങളെയൊക്കെ കൊണ്ടുപോവാൻ ഞാനൊക്കെ ഉള്ളു. കണ്ടോ, വലിയ വലിയ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇവരൊന്നും വരത്തില്ല. അതാ പൊങ്കാലൊക്കെ ഇടിക്കണം. യഥാർത്ഥത്തിൽ എന്തിനാണ് സ്ത്രീകള് ചെയ്യുന്ന പരിപാടിയാണ്. അതിലിപ്പോ എന്താ? പക്ഷെ അവര് വല്ല പോലെ പെണ്ണുങ്ങൾ പോകൂ? ഇല്ല, ആണുങ്ങളെ പോകൂ. ഞാൻ ആണുങ്ങളും പോകുന്നവരുണ്ട്. പക്ഷെ എന്നാലും മുൻതൂക്കം പെണ്ണുങ്ങൾക്കാണ് അവിടെ, സ്ത്രീയൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ ഞാൻ പോവാത്തതിന്റെ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല. സാരി കൊടുക്കാൻ അറിയാവുന്ന ആളുകൾ സാരിയാണ് കൊടുത്തോണ്ട് പോണത്. അച്ഛനാ സാരി എടുത്തോട്ട് വാ. നമുക്ക് പോവാ. എല്ലാം എടുത്താ? സാധനമൊക്കെ എടുത്താ? ബിഗ് ഷോപ്പറ് MGR. അത് ഇത് രാത്രി, ഇത് പകല് വെക്കേണ്ടതാ. ഓ, എന്റെ വണ്ടി പോകാൻ പറ്റത്തില്ല കേട്ടാ. ഇന്ന് ഒത്തിരി പേരുള്ളതുകൊണ്ട് മൂത്തച്ഛന്റെ വണ്ടിക്കകത്ത് പോവാ. ഇതിനകത്താകുമ്പോ ഒരു 7-8 പേർക്ക് ഇരിക്കാം. നിന്നെ ഒരാളായിട്ട് കൂട്ടിയിട്ടില്ല കേട്ടോ. നീ ആവി. എടാ, ഇന്ന് ഇവനാ വരാ. തുടങ്ങി. എടാ, തുറയടാ. എടേ, ഇതിനകത്ത് ഓൾറെഡി ഇത്ര സാധനം ഇരിക്കണ. ഈ പെണ്ണുങ്ങൾ ഇപ്പോഴേ അലപ്പ് തുടങ്ങിയട്ടെ. ഇവരെയൊക്കെ മേയിക്കണമല്ലേ. എന്തിനാ ഇങ്ങനെ ഇരിക്കുന്ന? ഓ, തുടങ്ങി അലപ്പ് തുടങ്ങി. എന്തിനാ ഇത്? ആ, ഇതെല്ലാവർക്കും കൂടെ ഒക്കെ ഉള്ളതാന്ന് തോന്നുന്നു. ചിലപ്പോ ഇനി തികഞ്ഞില്ലെങ്കിലേ നിങ്ങൾ എടുത്ത് വെച്ചോളി. ആ, ഇപ്രാവശ്യം നമ്മൾ വെള്ളവും കൊണ്ടുപോകണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൊങ്കാല ഇട്ടത് ബ്ലീച്ചിങ്ങിന്റെ ചെവയുണ്ടായിരുന്നു. ആ, ഇതൊക്കെ എടുത്ത് അകത്ത്, അല്ലെങ്കിൽ ഇതൊക്കെ റോട്ടിൽ കിടക്കും. ഈ ഇറങ്ങുമ്പോ ഈ സാരിയൊക്കെ നോക്കണേ കേട്ടാ, അഴിഞ്ഞ് തറ പോണാണ്. ആ, അതുപോലെ തീ എത്തിക്കാൻ നേരത്തെ നോക്കിക്കോണം. ഓ അതെ, അണ്ണ ഉണ്ട്, ഞാൻ നോക്കിക്കോളാം കേട്ടാ. ആ പോവാ. അച്ഛാ പോട്ടാ. ഓക്കെ, ബൈ. ഹാപ്പി ആറ്റുകാൽ പൊങ്കാല. അടച്ചോ. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. ഓക്കെ, ബൈ. എനിക്കല്ല, അവക്ക് പഴം വേണോന്ന്. അപ്പച്ചിക്ക് എന്തിനായിട്ട് പറയണോന്ന്? അവള് പറഞ്ഞ അപ്പച്ചി ഒന്നും തിന്നാൻ എടുത്തില്ലേ, നമുക്ക് പഴം വേണോന്ന്. ഇല്ല, അപ്പച്ചിക്ക് എന്തിനാ പറയണ? അയ്യോ പോവില്ലേ? ഏത്തപ്പഴം കിട്ടിയ
അച്ഛാ പോട്ടെ. ഓക്കെ ടാറ്റ. രാവിലെ പണികൾ പോണം കേട്ടാ. അത് ആള് കൂടുതലില്ലേ, അങ്ങനെയൊക്കെ പോവും. അമ്മാമ്മ എന്നാ പൊങ്കാലയിട്ട ലാസ്റ്റ് അവിടെ? ഒത്തിരി കൊല്ലായ. നീ ഇട്ടിട്ടുണ്ടോ അടി പൊങ്കാല? ഈ വണ്ടി CNG ആ. അടി ഇതിന് എത്ര മൈലേജ് കിട്ടും CNGക്ക്? 25 കിട്ടുമല്ലേ? അതാകുമ്പോ ലാഭം കേട്ടോ. ഇത് ഫുൾ ടാങ്ക് എത്ര? 750 രൂപ അത്രയൊക്കെ ഉള്ളു. ഹേ ഗൈസ്, അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പൊങ്കാല ഇട്ട അതേ സ്ഥലത്ത് തന്നെ വന്ന് പൊങ്കാല ഇടാനായിട്ട്. അല്ല, അമ്മാമ്മയുടെ ഐശ്വര്യമാണ് കേട്ടാ. പ്രാവശ്യം ചുമക്കൊന്നും വേണ്ടായിരുന്നു, വണ്ടി നേരെ ഇങ്ങ് ഇവിടെ കൊണ്ടുവന്ന കേട്ടാ. അടുപ്പം കിട്ടി. ആ കല്ലും പിടിച്ചിട്ടാ നിങ്ങള്? ഓക്കെ ഓക്കെ ഓക്കെ, കല്ലും പിടിച്ചിട്ടാ കേട്ടാ. ഇവിടെ തണലുണ്ട് കേട്ടാ, ഇവിടെ ഇട്ടാ മതി. പാട്ടി വന്നാ എന്തോ കേട്ടോ, നേരത്തെ പാട്ടി ഇവിടെ ഉണ്ടായിരുന്നു. പാട്ടി ഇപ്രാവശ്യം ഉണ്ടാകുന്നോ, ഒരു കോലമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണും. ഞാൻ പോയിട്ടെ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് വരാം. നിങ്ങൾ അപ്പോഴത്തേനും എല്ലാം സെറ്റാക്ക്. ഓക്കെ ഗൈസ്, ഇനി എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വരാം കേട്ടോ. ഹാപ്പി പൊങ്കാല. ഹാപ്പി പൊങ്കാല. ഹേ ഗൈസ്, ഞങ്ങൾ പോയി തൊഴുതിട്ടൊക്കെ വന്നപ്പോഴത്തേനും ഒരു വൻ വിറ്റ് ഇവിടെ കിടന്നു കേട്ടാ. നമ്മളിവിടെ വെച്ചിരുന്ന കല്ലെല്ലാം ആരാണ്ട് പറക്കിക്കൊണ്ടുപോയി. ഇവിടെ വന്നപ്പോ ഒരു ഒറ്റ കല്ലില്ല, പുതിയ ആൾക്കാര്. അമ്മാമ്മയുടെ ബിതോങ്ങി മാറിയില്ലേ? ആ ഇവിടെ ഞങ്ങളിവിടെ വെച്ചിരുന്ന കല്ല് ഇവിടെ ആരും ഇല്ലായിരുന്നപ്പോഴത്തേന് കല്ല് പറക്കിക്കൊണ്ട് പൊക്കളഞ്ഞു. ഈ കല്ല് വിൽക്കണ പയ്യന്മാര്. അങ്ങനെ കല്ലില്ലായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാമത് കല്ലെടുത്തോണ്ട് വെച്ചു. പിന്നെ പക്ഷെ നമ്മള് അവിടെ ആയിട്ടല്ലേ, കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു നമുക്ക്. ഇവിടെ മാത്രമേ കുറച്ച് തണലുള്ളൂ കേട്ടോ. ഇപ്പൊ കുഴപ്പമില്ല, എടുക്കുന്നതല്ല. നമ്മളിനി കുറച്ചു നേരം പോയി ഒന്ന് കിടന്ന് ഉറങ്ങണ്ട കേട്ടോ. ഉറങ്ങിയില്ല, മൂത്തമ്മക്ക് വിഷമമായ കേട്ടാ. വന്നപ്പോഴത്തേനും ഒന്നുമില്ലടേ, കല്ലുമില്ല, ഇവിടെ പുതിയ ആൾക്കാരും. ഏകദേശം ഞങ്ങള് വണ്ടിക്കകത്ത് പോയി കുറച്ചേരം ഒന്ന് കിടന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങൊന്നും അങ്ങോട്ട് ശരിയില്ല. ഇവിടെ കിടന്ന് പോത്ത് കണക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ട്. എല്ലാരൊക്കെ ക്യൂവിലൊക്കെ നിന്ന് ഫുഡൊക്കെ മേടിക്കാന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പൊ ഹൈവേ ലക്ഷ്യമാക്കി നമ്മൾ നടക്കുക കേട്ടോ. കന്യാകുമാരി ലക്ഷ്യമാക്കിയിട്ട്, അതുകൊണ്ട് അതാണ് പോയിന്റ്. ആ കാണുന്നത് വെയിലാ. എടേ, ഇത് രാവിലത്തെ സൺലൈറ്റാ, മറ്റേ ഓപ്പോസിറ്റീവ് ഉണ്ട് ഇതിനകത്ത്. അവളതൊക്കെ വിശ്വസിച്ച്. എന്നാ പിന്നെ പറ, രാവിലെ സൺലൈറ്റിന് എന്താ കിട്ടുന്ന? ആ അതന്നെ, വൈറ്റമിൻ ഡി. ഓപ്പോസിറ്റീവ് ബ്ലഡ് ആയില്ലേ, അത് മാറിപ്പോയിടെ. ചെറിയൊരു ടാസ്ക് ഉണ്ട്. നമ്മൾ ഇത് ചാടി കിടക്കണം. ഇപ്പൊ ഇതൊക്കെ കയറിയത് ഞാൻ ഇവൻ കയറി കാണിക്കും. കേറാ മുന്നേ കയറിട്ട് എടാ കേറാ. ആ അങ്ങനെ തന്നെ നോക്കി കയറിയത്. ഞാൻ പിടിക്കാം, കയറിയോ. ഒരു കാലെടുത്ത് വെച്ചോ. ആ ഓക്കെ. ചാടുമ്പോ നോക്കി ചാടണം കേട്ടാ. എന്നോട് പീടി ഇടയ്ക്ക് വീടില്ല കേട്ടാ, നോക്കണേ. എടാ ഒന്ന് താങ്ങിക്കോടാ അവളൊന്ന് പിടിച്ചിറക്കടാ. പിടിടാ, നീ ഇത് പിടിയെന്ന്. ഓ ഇവിടെയൊക്കെ ഫുള്ള് ആള് നിരന്ന് കേട്ടാ. അമ്മയൊക്കെ അവിടെ പോയാ? നിങ്ങള് പൊങ്കാല ഇട്ടാ? അവിടെ പോയപ്പോ, നേരത്തെ പോയപ്പോ ഇരുന്നാണല്ലേ, എണീറ്റില്ലേ ഇവനാ? ആ എന്ത് പറ്റി? ഇല്ല കുഴപ്പമില്ല, ഉറക്കമായിരുന്നു. ഇവളെ കിടന്ന് വിളിച്ച് ഞാനാ എണീപ്പിച്ചത്. ഞാനാ എണീറ്റ് ആദ്യമേ. ആ എന്താ
കാപ്പി മേടിച്ചാ? ഇഡലി സാമ്പാറും. ആ അമ്മ ഇഡലിയും എത്ര നേരം സാമ്പാറൊക്കെ മേടിച്ചു വെച്ചേട്ടാ. നിങ്ങൾ കഴിച്ചാ? കഴിഞ്ഞിട്ടേ കഴിക്കാൻ പറ്റൂലേ? ചാപ്പാടാ. അത് ഒത്തിരി നാളാ യാതൊരു പേടിയൊക്കെ ഇട്ടിട്ട് ചാപ്പാടത്. ആ ബിരിയാണിയുടെ മണം. ആ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് നമ്മുടെ അരിക്ക് നമുക്ക് എങ്ങോട്ടും പോണ്ട. എങ്ങോട്ട് പോണ്ട, എല്ലാത്തിനും സൗകര്യമുണ്ട്. നിങ്ങൾക്ക് ബോറടിക്കത്തില്ലല്ലേ അമ്മാമ്മ ഉള്ളോണ്ട്? ഇല്ല. பாட்டி பாட்டி இங்க ஞாபகம் இருக்கா? பாட்டி இஷ்டப்பட்டு வந்தேன். அதான் எங்கேயும் போகாம இங்கதான் வந்தேன். ഒരാഴ്ചയായി വന്ന്. ഒരാഴ്ചയായാ? അത് ശരി. വ്യാഴാഴ്ച ഇറങ്ങും. വ്യാഴാഴ്ചയാ? ആ ചോദിച്ചാ? ചായയൊക്കെ കുടിച്ചു. വേണ്ട 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 ഒന്നും വേണ്ട. അയ്യോ ഒരു കലം താനാ? നാട്ടിൽ പോകണം. சாமிக்கு பறந்துட்டது அதுக்காக வந்து ராத்திரி எனக்கு வையா மகனுக்கு பயந்துகிட்டு இருக்கணும் நடக்கக்கூடாதுன்னு வாங்கி குட்டி வையா ஒரு கால் கூட எடுத்து வைக்கணும் ராத்திரி. அது பகவதி எனக்கு இன்னைக்கு நடக்க கொஞ்சம் பொறுத்திருக்கு. அதனால அப்படி அப்போ அப்படியே இருக்கட்டும், நல்லா இருக்கு. காலை அடிச்சுடணும். ശരി ശരി പാകലാം. ഓക്കെ. അയ്യോ ഭയങ്കര സന്തോഷം കേട്ടോ, ഭയങ്കര കാര്യം. നീ കണ്ടിട്ടില്ലല്ലേ? അതാണ് പാട്ടി. ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡൊക്കെ നേദിച്ചോണ്ട് പോണേ. ഫുഡ് നേദിച്ചോണ്ടിരിക്കുക. വെജ് ബിരിയാണിയാന്ന് തോന്നുന്നു. ഇതുവരെ തുടങ്ങിയില്ല കേട്ടോ. സമയം ഏതാണ്ട് 9:30 കഴിഞ്ഞിട്ടുണ്ട്. 9:15 പറഞ്ഞു. ഇപ്പൊ ഇതുവരെ തുടങ്ങിയിട്ടില്ല. 10 മണിയാവുമായിരിക്കും. കത്തിച്ച് തുടങ്ങുമ്പോൾ മൊത്തത്തിൽ ഒരു പുകയായിരിക്കും. പിന്നെ ഇവിടെ നിൽക്കാനായിട്ട് പറ്റത്തില്ല. എങ്ങനെയുണ്ട്? നമുക്ക് അമ്മാമ്മ എടുത്ത വിശേഷങ്ങൾ ചോദിക്കാം. അമ്മ എങ്ങനെയുണ്ട്? അടുത്ത വർഷം ഓണം വരാൻ നമുക്ക് ദൈവം ഇടവരട്ടെ. അല്ലേ പിന്നെ ആകുരി എന്ന് വെച്ചാൽ ഇവിടെ സ്പീക്കർ ഇരിപ്പുണ്ട്. അതുകൊണ്ട് എപ്പോഴും പാട്ട് ഇങ്ങനെ ഇട്ടേക്കും കേട്ടോ. ഇതിന് കോപ്പിറൈറ്റ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. തീ കൊളുത്തി കേട്ടോ, അവിടെ നിന്ന് തീ കൊളുത്തി വരുക. അരിയിടാറായ അമ്മ? അത് ചൂടായി. ചൂടായോ? ഓർത്തൊന്നും കൊടുത്തില്ലായിരുന്നാ? അരിഞ്ഞു പോയാ? എന്തിനാ കരയുന്നതാണ്? പുകയാണോ? നമ്മുടെ പൊങ്കാലൊക്കെ തിളച്ച കേട്ടോ. ഇനി ഓരോ സാധനങ്ങൾ ഇടാം. ഏലക്ക പൊങ്കാല തിളച്ചാ?
തിളച്ച് പെട്ടെന്ന് തിളച്ചല്ലേ? ശർക്കര റെഡിയായി കേട്ടോ. പഴം കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴേ തീർന്നു. ഇനി നെയ്യും പിന്നെ മുന്തിരിയും കൂടി ഇട്ടാൽ അല്ല മുന്തിരിങ്ങയും പിന്നെ ഇച്ചിരി പഞ്ചസാരയും കൽക്കണ്ട് ഇട്ട് പാലും ഒഴിച്ച് നെയ്യും ഒഴിച്ച് കഴിഞ്ഞ്. എന്നെ കാട്ടാക്കട ജോലിയിലെ ചന്ദ്രനെ അറിയാവോടാ? മറ്റേ മില്ലിട്ട മോഹന്റെ ചന്ദ്രനെ അറിയാവോ? പട്ടാളത്തിൽ ജോലിയിലെ ചന്ദ്രനെ അറിയാവോ? നമുക്കും കാട്ടാക്കടയൊക്കെ അറിയാന്നുള്ള ചേട്ടാ. ആ എവിടെ ഉള്ളടാ നീ കാട്ടാക്കട? അതൊന്നും വിറ്റല്ലേ? ചോറ് സാമ്പാറും അച്ചാറും അവിയലും. അങ്ങനെ ഉണ്ടായിരുന്നു പൊങ്കാലൊക്കെ ഇട്ടു. അടിപൊളിയായിരുന്നു. ഒത്തിരി സമയം എടുത്തില്ല കേട്ടോ. പെട്ടെന്ന് പൊങ്കാലൊക്കെ ആയി. നീ എത്ര മണിക്ക് നേദിക്കുന്ന? 2:15 കണ്ടോ? 2:15 കേട്ടോ. ഈ വണ്ടി അങ്ങ കിടക്കുന്നില്ലേ? 11:30 ആയതേ ഉള്ളൂ കേട്ടോ. 2:30 മേടിച്ചു കഴിയത്തുള്ളൂ. ഇന്ന് എന്തോ ചന്ദ്ര എന്താ കണ്ണാടി വെച്ചിട്ടല്ലല്ലോ, മറ്റേ ഇതല്ലേടാ ടെലസ്കോപ്പ്. ടെലസ്കോപ്പ് നെഞ്ചത്ത് കറുത്ത ഫിലിമാ എടാ. മറ്റേ ഇത് ഇല്ല ഗലീലിയോ കണ്ടുപിടിച്ച സാധനം. അതിന്റെ പേരെന്തറാ? ഗലീലിയോ കണ്ടുപിടിച്ച എന്തരായിരുന്നറാ? ഫോൺ. നീ ബയോളജി പഠിപ്പിച്ചില്ലേ? ഫോണാ. ഗലീലിയോ കണ്ടുപിടിച്ചതാണ് ഇത് ടെലസ്കോപ്പ്. ഇത് എന്റെ എല്ലാവരും പൊട്ടന്മാരാന്നല്ലേ എടാ. ഇതറാ മറ്റേ ഇത്. എന്റെ പേര് വായി വരുന്നില്ല. ബൈനോക്കുളർ മറ്റേ ദൂരിക്കുന്ന സംഭവം അടുത്ത് കാണുന്ന സാധനം. അത് കണ്ടുപിടിച്ചത് ഗലീലിയോ. എടാ പോടാ. ഒറ്റ നീളമുള്ള ചന്ദ്രനെ കാണുന്ന ടെലസ്കോപ്പാ. ഞാൻ മറ്റേ ടെലസ്കോപ്പിൽ കിടന്ന അതാ കിട്ടാൻ. നീ ഇട്ടായിരുന്നാടാ? എന്തൊരാഗ്രഹം ആലോചിച്ചില്ലേ? ഞാൻ പറയാം എക്സാം പാസ്സാവാനായിരിക്കും. ആരും ആലോചിക്കുന്നത് നീ അതായിരിക്കും പ്രാർത്ഥിച്ചത്. എന്നിട്ട് അപ്പോഴേ സത്യസന്ധത കേട്ടോ. അപ്പോഴേ സമ്മതിച്ച് ആന്ന് അതാന്ന്. എന്റെ അടുത്ത് കൊച്ചു ചോദിക്കൂല. കൊച്ചുന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അതെ. അത് മാത്രം ഭഗവാൻ കേൾക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു അതിനിട്ട് ഭഗവാൻ ഒരു വർഷം കഴിഞ്ഞു ഒരു പൈറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടില്ലായിരുന്നു ഇവിടെ. ഇപ്രാവശ്യം ഇട്ടാ മിടുക്കി. ഞാനും കൊറേ നാൾക്ക് ഈ 2 വർഷം ഉണ്ണിയുടെ പണി സൈറ്റിൽ നിന്നൊക്കെ വിളിക്കുന്ന കേട്ടോ. ഹിന്ദിക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നത് ഹിന്ദിയിൽ പോലും. കാലിയെ ഒരു ഖാലിയെ നെയ് ചോട്ടു ബോട്ടു. ഓ ഉണ്ണി ഹിന്ദിയൊക്കെ പഠിച്ച ഹിന്ദിക്കാരെ. ബംഗാൾ പൊങ്കൽ ദാ ഇതറായ. ओ आइसक्रीम से बोले. वो आइसक्रीम से बोले थे. हाँ कम ऑन. ओके ओके. काम कैसे? अच्छा नहीं पानी वाला का. हाँ मैं कॉल करेगा. वो पूरा खत्म हो गया वो. नहीं बोल रहा. लड़की नहीं मेरा भाई है. ലടുക്കിയുടെ സൗണ്ട് ആണ് തോന്നിയ. ലടുക്കി നിൽക്കുന്ന സൗണ്ട് ചുമ്മാ കേട്ടോ. ഇവ ഇത് കോളൊന്നുമല്ലെന്ന് തോന്നുന്നു. ചെന്താർമിഴി പൂന്തേൻ മൊഴി. നേദിച്ചേട്ടാ. എല്ലാരും പൊങ്കല നേദിച്ചു. സാധനം എടുത്തോ. പോവാം. ഓടിക്കോ. സാധനം എല്ലാം പാക്ക് ചെയ്തോ.
അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ ഫുള്ള് ബ്ലോക്ക് ആവും കേട്ടാ. പോവാടേ, സാധനമൊക്കെ പറയോ. എടി കല്ലെടുക്കടി, കല്ല്. ചുമ്മാ വാ അത് വേണ്ട. നമ്മളിപ്പോഴെങ്കിലും ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ ബ്ലോക്ക് ആവും. ഇപ്പൊ നേരിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ പെട്ടെന്ന് ഇറങ്ങി നമുക്ക് ബ്ലോക്ക് ഇല്ലാതെ നേരെ വീട്ടിൽ എത്താം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പെട്ടെന്ന് പോയായിരുന്നു. ഈശ്വര, എന്റെ മുണ്ട് കഴിഞ്ഞു പോകുന്നു. പിടിയടി, മുണ്ടെടുക്കട്ടെ. എന്റെ അമ്മോ, എന്തൊരു വെയിലായിരുന്നല്ലേ. ഉപ്പാട് വന്നാ ഒത്തിരി നടക്കാറുണ്ട് കേട്ടാ. ആറ്റയിൽ വന്നാ പിന്നെ അങ്ങനെ കൊണ്ട് കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ട് ഇനി പോണ വഴിക്ക് മൊത്തം വെള്ളം കുടിച്ചു പോവാം. അണ്ണം വന്നേ ഓടി വീടാ പോരുന്ന വീടി എന്നാ കൊള്ളാല്ലേ. മധുരമൊന്നും ചേർത്തിട്ടില്ല. മതി അണ്ണാ, മതി. ഇഞ്ചി നാരങ്ങ കിട്ടും, നല്ല ടേസ്റ്റ്, അടിപൊളി സാധനം. ബിസ്ക്കറ്റ് തണുത്ത വെള്ളം വേണ്ട. ഉണ്ണി വെള്ളം എന്നൊക്കെ ചോദിച്ചു. വേണ്ട, എനിക്ക് വേണ്ട കാപ്പി. മതി അണ്ണ, മതി. ഉണ്ണി 2 കാപ്പി അങ്ങ് മേടിച്ച്. ഉണ്ണിയെ ഓ മറിഞ്ഞു. നിർത്ത് ഇറങ്ങി കൈ കൂടെ അങ്ങ് മറിഞ്ഞ് തെന്നിപ്പോയി. വെള്ളം വേണ്ടേ? ആ വെള്ളം എടുത്തോളപ്പാ. മുണ്ടില് മൊത്തമായി ഇറക്കട്ടെ. വാടാ എടാ, പൊള്ളിയാ. ഇനി എവിടെയെങ്കിലും നിർത്തണോ? ഞാൻ പറഞ്ഞില്ലടാ, ഇന്ന് എന്തൊക്കെയോ വലിയ കോമഡി പോവാറ്. ഞാൻ പറഞ്ഞ ഓർമ്മ എന്റെ നെഞ്ചത്ത് തന്നെ നമ്മള് വീട്ടിൽ എത്തി കേട്ടോ. ഇതെന്തോന്നത് ഗാനമേള വീട്ടില്. ഇവിടെ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണെന്ന് ഇഷ്ടം. ഹായ്, വന്നതേ ഉള്ളു. എന്തിനു ചെയ്യുന്നേ? എന്തിനു പരിപാടി? വിറവ് ബാക്കി ഉണ്ടായിരുന്നോ? അമ്മ പറഞ്ഞെടുത്തോളാം, കളയണ്ടാന്ന്. നമ്മളൊരു പരിപാടി ചെയ്തു. ഞങ്ങളെ കാറിനകത്ത് ഇറങ്ങിട്ട് AC ഇട്ട്, എന്നിട്ട് പിന്നെ AC ഓഫ് ആക്കിയിട്ട് മറ്റേ ഫാൻ മാത്രം ഇട്ട്. ഇതിന്റെ ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോയി, വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. പിന്നെ ആ ബസ്സിലെ കുറെ അണ്ണന്മാർ ഇറങ്ങുന്ന തള്ളി സ്റ്റാർട്ട് ചെയ്തു. 4 മണിക്ക് നമ്മളവിടെ ഹൈവേ കിടന്ന് വണ്ടി കഴിച്ചു നോക്കിയായിരുന്നില്ലല്ലേ? ടേസ്റ്റ് പോലും ചെയ്തില്ലല്ലേ? ഇല്ല, നമ്മള് എടുത്ത് വേദിച്ചപ്പോഴേ. ആദ്യം പൊങ്കാല ഇട്ടോര് വേണം തിന്നെ. അങ്ങനെ ഉണ്ടോ? എന്നാ പിന്നെ ഞാൻ തിന്നാ. അച്ഛൻ വീട്ടിൽ വന്നിട്ടല്ലേ കണ്ടത്, ഞാൻ അവിടുന്ന് കണ്ട്. നല്ല ടേസ്റ്റ്. മധുരവും കൂടുതലൊന്നുമല്ല, കറക്റ്റാ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ പൊങ്കാലയൊക്കെ? പൊങ്കാലൊക്കെ അടിപൊളിയായിരുന്നു. അടിപൊളി, നല്ല പൊങ്കാലയായിരുന്നു. നല്ല സ്ഥലം. നമ്മൾ കഴിഞ്ഞ പോലെ പോയപ്പോ തന്നെ അവിടെ തന്നെ കിട്ടി. അത് മാത്രമല്ല, നമ്മൾ വെള്ളമൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് പൊങ്കാലയും നല്ല ടേസ്റ്റ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അബദ്ധം പറ്റിയായിരുന്നു. ആ ഒരു ബ്ലീച്ചിങ്ങിന്റെ ചെവ ഉണ്ടായിരുന്നു വെള്ളത്തിന്. അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയിട്ട് നല്ല പൊങ്കാലയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇന്നലെ പിന്നെ ഔട്ട്ഡോർ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് ഒന്നാമത് ഭയങ്കര ക്ഷീണമായിപ്പോയി, കാരണം ഉറങ്ങാൻ പറ്റിയില്ല നേരവേ. അതുകൊണ്ട് അവിടുന്ന് പിന്നെ വണ്ടി ഓടിച്ച് വന്ന് ഇത്ര നേരം നിന്ന് ഫുള്ള്
ഭയങ്കര ക്ഷീണമായി പോയി. അതുകൊണ്ട് പിന്നെ ഔട്ട്ഡോർ എടുക്കാൻ പറ്റിയില്ല. വണ്ടി എടുക്കുന്നിടത്ത് വരാൻ ഇച്ചിരി ദൂരം ഉണ്ട്. അതിനല്ലേ കിടക്കുന്നിടത്ത് പൊങ്കാലയും കഴിഞ്ഞിട്ട് വരാൻ. ആ പൊങ്കാലയും കഴിഞ്ഞിട്ട് ഒരു ഓട്ടം ഉണ്ട്. അത് അടിപൊളിയാ. എന്ന് വെച്ചാൽ അടുത്ത വണ്ടികൾ ബ്ലോക്ക് ആവുന്നതിന് മുമ്പ് വരാൻ. രാത്രി 1 മണിക്കൊക്കെ ചടങ്ങത്ത് ഭയങ്കര ട്രാഫിക് ആയിരുന്നു, ഭയങ്കര ബ്ലോക്കായിരുന്നു. അവിടെ നമ്മൾ ഹൈവേയുടെ സൈഡിലാണ് വണ്ടി ഇടുന്നത്. അപ്പോൾ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് വണ്ടി എടുത്ത് നേരെ വീട്ടിൽ വരാൻ പറ്റും. അവിടെ നിന്ന് ലാഗായി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ട്രാഫിക് ആയിരിക്കും. നമ്മൾ വീടെത്തുമ്പോഴത്തേന് 8-9 മണിയാവും. അങ്ങനെ ഒരു വർഷത്തെ പൊങ്കാലയും കൂടെ കഴിഞ്ഞ് ഏകദേശം അത്രേ ഉള്ളൂ. പൊങ്കാല വിശേഷങ്ങളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.